നേപ്പാളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് വെറും ഒരു തിരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ ജനകീയ വിപ്ലവമാണ്. ഒരു റാപ്പർ പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് നേപ്പാൾ ജനത ഉത്തരം നൽകി കഴിഞ്ഞു. ഒരു റാപ്പർ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. പക്ഷേ നേപ്പാളിലെ ജെൻസി തലമുറ ഇത് നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സ്റ്റേജിൽ റാപ്പ് പാടി തകർക്കുന്ന കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു ചെറുപ്പക്കാരൻ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ ഇത് യാഥാർത്ഥ്യമാവുകയാണ്. 2026 നേപ്പാൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് 35-കാരനായ ബാലേന്ദ്ര ഷാ എന്ന ബാലൻ ഷായിലേക്കാണ്. നേപ്പാളിലെ കരുത്തരായ പഴയ രാഷ്ട്രീയ നേതാക്കളെ ഒന്നൊന്നായി നിലംപരിശാക്കി ബാലന്റെ പാർട്ടി കുതിക്കുകയാണ്. എന്താണ് ഈ ബാലൻ വേവ്? എന്തിനാണ് നേപ്പാളിലെ യുവതലമുറ തെരുവിലിറങ്ങിയത്? ഇന്ത്യയും ചൈനയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഈ പുതിയ നേതാവ് നേപ്പാളിനെ എങ്ങോട്ട് നയിക്കും? നോക്കാം. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ബാലൻ ഷായുടെ പാർട്ടിയായ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി വലിയൊരു ലാൻഡ് സ്ലൈഡ് വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. 275 അംഗ പാർലമെന്റിൽ നിലവിൽ 70-ലധികം സീറ്റുകളിൽ ബാലന്റെ പാർട്ടി ലീഡ് ചെയ്യുകയാണ്. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ആകെയുള്ള 165 ഡയറക്ട് സീറ്റിൽ 94 എണ്ണത്തിലും ബാലൻ ഷായുടെ RSP ലീഡ് ചെയ്യുകയാണ്. ഇത് കേവലം ഭൂരിപക്ഷമല്ല, വലിയൊരു ഭരണ വിപ്ലവം തന്നെയാണ്. ഏറ്റവും വലിയ സർപ്രൈസ് കാഠ്മണ്ഡുവിൽ നിന്നാണ്. കാഠ്മണ്ഡു താഴ്വരയിലെ 57 സീറ്റുകളിൽ 47 എണ്ണത്തിലും ബാലൻ ഷായുടെ പാർട്ടി തന്നെയാണ് മുന്നിൽ. പണ്ട് ഒലിയും പ്രചണ്ഡയും ഭരിച്ചിരുന്ന കോട്ടകൾ ഒന്നൊന്നായി വീഴുകയാണ്. നേപ്പാളി കോൺഗ്രസ് വെറും 11 സീറ്റുകളിലും മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ പാർട്ടി വെറും 7 സീറ്റുകളിലും മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അതായത് 3 പതിറ്റാണ്ടുകാലം നേപ്പാൾ ഭരിച്ച സിംഹങ്ങളെല്ലാം ഇന്ന് വട്ടപൂജ്യത്തിലേക്ക് അടുക്കുകയാണ്. ഏറ്റവും രസകരമായ കാര്യം ഇതാണ്. നേപ്പാളിന്റെ മുൻ പ്രധാനമന്ത്രിയും അധികായനുമായ KP ശർമ്മ ഒലി മത്സരിക്കുന്ന ഝാപ്പ 5 എന്ന മണ്ഡലത്തിൽ ബാലൻ ഷാ അദ്ദേഹത്തിനേക്കാൾ 4000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. അതായത് നേപ്പാൾ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് വീഴ്ത്തിയിരിക്കുകയാണ് ഈ 35-കാരൻ. ഗഗൻ ഥാപ്പയുടെ നേപ്പാളി കോൺഗ്രസും ഒലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വെറും സിംഗിൾ ഡിജിറ്റിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആരാണ് ഈ ബാലൻ ഷാ? രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അതോടൊപ്പം നേപ്പാളിലെ ഏറ്റവും പോപ്പുലർ ആയ ഒരു റാപ്പറും. 2022 കാഠ്മണ്ഡു മേയർ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചപ്പോഴാണ് ബാലൻ ആദ്യമായി ഞെട്ടിച്ചത്. മേയർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനവും റോഡ് വികസനവും ജനങ്ങൾക്കിടയിൽ വലിയ തരംഗമായി. എന്നാൽ 2025 സെപ്റ്റംബറിൽ നേപ്പാളിൽ നടന്ന ജെൻസി പ്രൊട്ടസ്റ്റ് ഇതാണ് ബാലനെ ഒരു ദേശീയ നേതാവാക്കി മാറ്റിയത്. എന്തിനായിരുന്നു ആ പ്രതിഷേധം? അഴിമതിയും തൊഴിലില്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടിയ നേപ്പാളിലെ യുവാക്കൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ടിക്ടോക്കും ഡിസ്കോർഡും വഴി സംഘടിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ ഏകാധിപത്യപരമായ നിലപാടുകൾക്കെതിരെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് തെരുവിലിറങ്ങിയത്. പോലീസ് വെടിവയ്പിൽ 77ഓളം പേർ കൊല്ലപ്പെട്ടതോടെ സമരം ആളിപ്പടർന്നു. പാർലമെന്റ് കെട്ടിടം പോലും പ്രതിഷേധക്കാർ തകർത്തു. ഈ സമയത്ത് ബാലൻ ഷാ പ്രതിഷേധക്കാർക്കൊപ്പം നിൽക്കുകയും യുവാക്കളുടെ ശബ്ദമായി മാറുകയും ചെയ്തു. നിങ്ങളുടെ മക്കളെ കൊന്ന കില്ലർ രാജിവെച്ചു, ഇനി നമ്മുടെ ഊഴമാണ് എന്ന ബാലന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കാട്ടുതീ പോലെയാണ് പടർന്നത്. വെറും ഒരു റാപ്പ് പാട്ടുകാരൻ എന്നതിലുപരി കൃത്യമായ പ്ലാനിങ്ങുമായാണ് ബാലൻ വരുന്നത്. സൗജന്യ വിദ്യാഭ്യാസം, എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനം, 1.2 മില്യൺ പുതിയ തൊഴിലവസരങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും മോഡേണും ടെക്നോക്രാറ്റിക്കുമാണ്. ഒരു മേയർ എന്ന നിലയിൽ അദ്ദേഹം പരീക്ഷിച്ച കാര്യങ്ങൾ ഇപ്പോൾ രാജ്യമെങ്ങും നടപ്പിലാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിനിടയിലും ചില വിവാദങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് $2.5 ലക്ഷം വിലയുള്ള ലാൻഡ് റോവർ ഉപയോഗിച്ചതും തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ പോലീസ് സേനയെ ഉപയോഗിച്ചതും വലിയ വിമർശനങ്ങൾക്ക് വഴിമാറിയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാലൻ ഷായുടെ വിജയം അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇന്ത്യയും ചൈനയും അതുപോലെ അമേരിക്കയും ഒരുപോലെ വിമർശിക്കാറുണ്ട്. ബാലൻസ്ഡ് ഫോറിൻ റിലേഷൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ നയം. പക്ഷേ മുൻപ് ഫേസ്ബുക്കിൽ അദ്ദേഹം നടത്തിയ വിവാദ പരാമർശങ്ങൾ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം. പഴയ നേതാക്കൾ ഇന്ത്യയെയോ ചൈനയോ പ്രീണിപ്പിച്ച് ഭരിച്ചിരുന്നുവെങ്കിൽ ബാലൻ ഷാ നേപ്പാൾ ഫസ്റ്റ് എന്ന കടുത്ത ദേശീയവാദം, നാഷണലിസമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളിലും ഊർജ്ജ ഇടപാടുകളിലും പുതിയ വെല്ലുവിളികൾ ഉണ്ടാക്കിയേക്കാം. നേപ്പാളിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ലോകത്തിലെ മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ സംഘടിക്കുന്ന ഒരു പുതിയ തലമുറ അധികാരം പിടിച്ചെടുക്കുമെന്നതിന്റെ തെളിവാണിത്. കാഠ്മണ്ഡു നഗരത്തിൽ ഇപ്പോൾ ഓടുന്ന ബസ്സുകളിൽ ബാലന്റെ നഗരത്തിലേക്ക് എന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത്രമേൽ സ്വാധീനമാണ് ഈ 35-കാരൻ ഇന്ന് നേപ്പാളിൽ ചെലുത്തുന്നത്. ബാലൻ ഷാ നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമോ?
ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആരുമായിട്ടായിരിക്കും സഖ്യമുണ്ടാക്കുന്നത്? അതോ നേപ്പാൾ രാഷ്ട്രീയത്തിൽ വീണ്ടും അസ്ഥിരതയുണ്ടാകുമോ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.